നമസ്കാരം. ഏവർക്കും എല്ലാ ഞായറാഴ്ചകളിലുമുള്ള മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 19. അങ്ങനെ നാളെ മുതൽ നമ്മൾ ഈ മാസത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിലും നിഫ്റ്റിക്ക് 2% നേട്ടം വീക്ക്ലി ബേസിസിൽ നേടുവാനുമായി തൽഫലമായി അവസാന 2 ആഴ്ചയിലും ഇന്ത്യൻ മാർക്കറ്റിന് വീക്ക്ലി ബേസിസിൽ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. കൂടാതെ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷം ലോകമാകമാനം ഉറ്റുനോക്കിയിരുന്ന US ഇറാൻ ചർച്ചകളുടെ മുകളിലുള്ള പ്രതീക്ഷയെ തുടർന്നും ഹോർമൂസ് കടലിടുക്ക് പരിപൂർണമായിട്ടും തുറക്കുമെന്നുള്ള പ്രതീക്ഷയുടെ ഫലമായിട്ടും ഗിഫ്റ്റ് നിഫ്റ്റിക്കും ശക്തമായ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചു. 24,700 എന്ന ലെവലിലായിട്ടാണ് ഗിഫ്റ്റ് നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിക്കുകയും ചെയ്തത്. കൂടാതെ US മാർക്കറ്റുകൾക്കും വീണ്ടും ഫ്രഷ് റെക്കോർഡ് ഹൈകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് S&P 500നും നാസ്ഡാക്കിനും വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. കൂടാതെ ഡോ ജോൺസ് ഫ്യൂച്ചറും 868 പോയിന്റുകളുടെ അഥവാ 1.25% നേട്ടത്തോടുകൂടി തന്നെയാണ് വ്യാപാരം അവസാനിപ്പിക്കുകയും ഉണ്ടായത്. ഇനി ഈ ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ US ഇറാൻ വാർ തന്നെയായിരിക്കും ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിന്റെ ഗതിയെയും പ്രധാനമായും സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷവും തുടർന്ന് ഗ്ലോബൽ മാർക്കറ്റ് വ്യാപാരം തുടർന്നപ്പോഴൊക്കെ മാർക്കറ്റിൽ ഹ്യൂജ് പോസിറ്റിവിറ്റി ആയിരുന്നു നിലനിന്നിരുന്നതും ഇന്നലെ ഇന്നുമായിട്ട് നിങ്ങൾ പല മാധ്യമങ്ങൾ വഴിയും വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളെ കുറിച്ചുള്ള പുതിയ ഡെവലപ്മെന്റ്സുകൾ അറിഞ്ഞു കാണുകയും ചെയ്യും. അതിനാൽ തന്നെ ഞാൻ വിശദമായി തന്നെ പ്രതിപാദിക്കുന്നില്ല അതിനെക്കുറിച്ച്. എങ്കിലും ശനിയാഴ്ച വെളുപ്പിനെ ഗ്ലോബൽ മാർക്കറ്റുകൾ വ്യാപാരം അവസാനിപ്പിക്കുന്നതിന് തൊട്ടു മുന്നേ വരെ വെള്ളിയാഴ്ച രാത്രിയോടുകൂടി ഇറാന്റെ ഭാഗത്ത് നിന്നും ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നുകൊണ്ടുള്ള പ്രഖ്യാപനം വന്നു. ഇതിനെ തുടർന്ന് ഗ്ലോബൽ മാർക്കറ്റിലാകമാനം ശക്തമായ ഉയർച്ചയും പ്രകടവുമായിരുന്നു. മാത്രമല്ല ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ശക്തമായ ഇടിവും രേഖപ്പെടുത്തി. എന്നാൽ ഗ്ലോബൽ മാർക്കറ്റ് വ്യാപാരം അവസാനിപ്പിച്ചതിനു ശേഷം പിന്നീട് യുഎസിന്റെ ഭാഗത്ത് നിന്നും ഹോർമൂസ് കടലിടുക്കിലെ ബ്ലോക്കേഡ് മാറ്റുകയില്ലെന്നുള്ള പ്രസ്താവന വന്നതിനെ തുടർന്ന് വീണ്ടും പ്രകോപിതരായ ഇറാന്റെ IRGC വീണ്ടും ഹോർമൂസ് കടലിടുക്കിനെ അടച്ചുപൂട്ടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നാളെ രാവിലെയോടുകൂടി ഗ്ലോബൽ മാർക്കറ്റും ഇന്ത്യൻ മാർക്കറ്റും ഓപ്പണായി വരുമ്പോഴത്തേക്കും കാര്യങ്ങൾ ഒരുപക്ഷെ മാറിമറിയുകയും ചെയ്യാം. നേട്ടങ്ങളൊക്കെ ഒരുപക്ഷെ നഷ്ടത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള സാധ്യതകളാണ് നിലവിലെ സിറ്റുവേഷൻ വെച്ച് കൂടുതലായിട്ടും നിലനിൽക്കുന്നതും. എങ്കിലും യുദ്ധം എന്ന സിനാരിയോയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും പുതിയ ഡെവലപ്മെന്റ്സുകളും പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയൊന്നും സംഭവിച്ചില്ലെങ്കിൽ നാളെ ഒരു പക്ഷേ ഗ്ലോബൽ മാർക്കറ്റിനും ഇന്ത്യൻ മാർക്കറ്റിനും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം ആരംഭിക്കേണ്ടതായിട്ടും വരും. എങ്കിലും നാളെ രാവിലെ 6:30 ഗിഫ്റ്റ് നിഫ്റ്റി വ്യാപാരം പുനരാരംഭിക്കുമ്പോൾ നാളത്തെ മാർക്കറ്റിന്റെ സ്ഥിതിയും ഏകദേശം കിട്ടുകയും ചെയ്യും. അവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നാളെ രാവിലത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ നമുക്ക് മെൻഷൻ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ വീണ്ടും വഷളാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ 2 ആഴ്ചയിൽ ഉണ്ടായിരുന്ന മാർക്കറ്റിന്റെ നേട്ടങ്ങളെയൊക്കെ ഒരുപക്ഷെ വൈപ്പ് ഔട്ട് ആക്കാനും ഇടയുണ്ട്. ഇനി അല്ല പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയിട്ട് ന്യൂട്രലായിട്ട് ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേരുകയാണെങ്കിൽ അത് വീണ്ടും മാർക്കറ്റിനെ കൺസോളിഡേറ്റ് ചെയ്യുവാനോ അല്ലെങ്കിൽ മുന്നോട്ട് നയിക്കുവാനോ ഇടയാക്കുകയും ചെയ്യും. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷം ഇറാന്റെ ഹോർമൂസ് കടലിടുക്കിന്റെ പരിപൂർണമായിട്ടുള്ള ഓപ്പണിംഗ് ഔദ്യോഗികമായി തന്നെ ഇറാൻ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 7% ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 9% ഇടിവ് രേഖപ്പെടുത്തുകയും ചെയ്തു. തൽഫലമായി ബ്രെന്റ് ക്രൂഡിന്റെ വില $91.87 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $85.57 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയും ഉണ്ടായത്. എന്നാൽ വരുന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്ക ബ്ലോക്കേഡ് തുടരുന്നതിനാൽ തന്നെ ഇറാൻ വീണ്ടും ഹോർമൂസ് കടലിടുക്കിന്റെ ഉപരോധവും പുനഃസ്ഥാപിക്കുകയും ചെയ്തെങ്കിൽ പുതിയ ടെൻഷൻസ് ഓയിൽ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. അതായത് ഇറാന്റെ സഖ്യകക്ഷിയായ യമനിലെ ഹൂത്തികൾ ബാബൽ മന്ദ് കടലിടുക്ക് അടച്ചിടുമെന്നുള്ള ഭീഷണിയും ഉയർന്നതായിട്ടുള്ള റിപ്പോർട്ട്സുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ തുടർന്ന് നാളെ ഒരുപക്ഷെ അത് വീണ്ടും ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വില അതിശക്തമായ ഉയർച്ചയിലേക്ക് നയിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ടു തന്നെ അറിയേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ വീണ്ടും എണ്ണയുടെ വിലയിൽ കുതിച്ചുചാട്ടമുണ്ടായി $100 എന്ന സൈക്കോളജിക്കൽ ലെവൽ മറികടന്നുകൊണ്ട് പെർ ബാരലിന് എണ്ണയുടെ വില കുതിച്ചുയരുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വീണ്ടും മാർക്കറ്റിനെ തളർത്തുകയും ചെയ്യും. ഈ വീക്കെൻഡില് എസ്പെഷ്യലി ബാങ്കിംഗ് മേഖലയിൽ നിന്നും ഹെവി വെയിറ്റ് സ്റ്റോക്കുകളുടെ ക്വാർട്ടർ 4 ഏർണിംഗ്സിന്റെ റിസൾട്ടുകൾ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി HDFC ബാങ്ക്, ICIC ബാങ്ക്, യെസ് ബാങ്ക് തുടങ്ങിയവയുടെ ഇവിടെ വിശദാംശങ്ങൾ നമുക്ക് സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കുകയും ചെയ്യാം. ഈ 3 സ്റ്റോക്കുകളും ഇൻഡെക്സിലെ ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ ആയതിനാൽ തന്നെ ഇവയുടെ റിസൾട്ടിന്റെ ഇമ്പാക്റ്റും ഈ ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിന്റെ ഗതിവിധികളെ സാരമായ രീതിയിലും ബാധിക്കും. തുടർച്ചയായി 2ാമത്തെ ആഴ്ചയിലും ഇന്ത്യൻ മാർക്കറ്റിന് എന്ന പോലെ തന്നെ ഇന്ത്യൻ രൂപയ്ക്കും
അമേരിക്കൻ ഡോളറിനെതിരെ വീക്ക്ലി ബേസിസിലും നേട്ടം തുടരുവാനായി കഴിഞ്ഞ ആഴ്ചയിലെ ആദ്യ ട്രേഡിംഗ് സെഷനുകളിൽ ഇന്ത്യൻ രൂപയ്ക്ക് US ഡോളറിനെതിരെ ചെറിയ നഷ്ടം നേരിടേണ്ടി വന്നെങ്കിലും പിന്നീട് അവയൊക്കെ റിക്കവർ ചെയ്യുവാനും സാധിച്ചു. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ദിവസങ്ങളിലും അമേരിക്കൻ ഡോളറിനെതിരായിട്ടുള്ള ഇന്ത്യൻ രൂപയുടെ പ്രകടനവും നോക്കിക്കണ്ടു തന്നെ അറിയേണ്ടതായിട്ടുമുണ്ട്. ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വീണ്ടും ഇന്ത്യൻ രൂപയുടെ മൂല്യം ദുർബലപ്പെടുത്തുവാൻ ഇടയാക്കും. അങ്ങനെ ഇന്ത്യൻ രൂപയ്ക്ക് വീണ്ടും വീക്കൻ ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ മാർക്കറ്റിനെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യും. ഈ ആഴ്ചയിലേക്ക് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം ഗിഫ്റ്റ് നിഫ്റ്റി 24,700 എന്ന ലെവലിന് മുകളിലായിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചതെങ്കിലും 24,410 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ലെവൽ തന്നെയാണ്. കാരണം ഈ ലെവലിലായിട്ടാണ് നിഫ്റ്റിയുടെ മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 50 ഡേ EMA നിലകൊള്ളുന്നതും. ആയതിനാൽ തന്നെ ഈ ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുകയാണെങ്കിൽ തുടർന്ന് 24,600 എന്ന ലെവലിൽ നിഫ്റ്റിക്ക് ഒരുപക്ഷെ റെസിസ്റ്റൻസ് നേരിട്ടേക്കാം. കാരണം ഈ ലെവലിലായിട്ടാണ് നിഫ്റ്റിയുടെ 100 ഡേ EMA നിലകൊള്ളുന്നതും. തുടർന്ന് 24,800 എന്ന ലെവലും നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഹേർഡിലാണ്. കാരണം ഈ ലെവലിലായിട്ടാണ് നിഫ്റ്റിയുടെ 200 ഡേ EMA നിലനിൽക്കുന്നതും. ആയതിനാൽ തന്നെ 24,800 എന്ന ലെവലും നിഫ്റ്റിക്ക് അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തുടർന്ന് സൈക്കോളജിക്കൽ ലെവലായ 25,000 എന്ന ലെവലും തുടർന്ന് 25,200 എന്ന ലെവലിലേക്കുമുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. എന്നാൽ അതേസമയം ഡൗൺ സൈഡിലേക്ക് നിഫ്റ്റിക്ക് 24,000 എന്ന ലെവൽ ഇമ്മീഡിയറ്റ് മാത്രമല്ല സൈക്കോളജിക്കൽ കൂടി ആണെങ്കിലും 23,700 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് ക്രൂഷ്യൽ സപ്പോർട്ട് ഏരിയ കൂടിയാണ്. ആയതിനാൽ തന്നെ ഈ ലെവലും നിഫ്റ്റിക്ക് അടുത്തയാഴ്ച ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നാൽ ഒരു പക്ഷേ സെല്ലിംഗ് പ്രഷറും വർദ്ധിച്ചേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. 1.5 മാസങ്ങൾക്കേറെ കാലങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ബുധനാഴ്ച ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റില് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ബൈങ് നടത്തുന്ന കാഴ്ചയും കാണുവാനായിട്ട് സാധിച്ചു. തുടർന്ന് ബുധൻ, വ്യാഴം, വെള്ളി 3 ട്രേഡിംഗ് സെഷനുകളിലും അവർ കണ്ടിന്യൂസ് ബൈങ്ങും തുടർന്നു. തൽഫലമായി 1,500 കോടി രൂപയുടെ മുകളിൽ അവർ ഈ 3 ദിവസം കൊണ്ട് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റില് ബൈയിങ്ങും നടത്തുക തന്നെ ചെയ്തു. ആയതിനാൽ തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ആക്ഷൻസും നമ്മുടെ മാർക്കറ്റിന്റെ ഗതിവിധികളെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യും. കൂടാതെ ഇന്ത്യ വിക്സും 1.5 മാസത്തിന് ശേഷം കൂൾ ഓഫ് ആയിക്കൊണ്ട് 17 എന്ന ലെവലിന് തൊട്ടടുത്തേക്കായിട്ടും വെള്ളിയാഴ്ച എത്തിച്ചേരുകയും ചെയ്തു. പക്ഷേ ശനിയാഴ്ച വെളുപ്പിനോടുകൂടി വീണ്ടും ഗ്ലോബൽ മാർക്കറ്റിലെ കാര്യങ്ങൾ മാറിമറിഞ്ഞതിനെ തുടർന്ന് ഒരുപക്ഷെ അത് നാളെ മാർക്കറ്റില് ഭയം വീണ്ടും സൃഷ്ടിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ വിക്സും വീണ്ടും ശക്തമായ ഉയർച്ച രേഖപ്പെടുത്തുവാനും അത് ഇടയാക്കുകയും ചെയ്യും. ഇന്ത്യ വിക്സ് ഒരുപക്ഷെ വീണ്ടും ഉയർച്ച രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് വീണ്ടും മാർക്കറ്റിനെ ദുർബലപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇന്ത്യ വിക്സും കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതിനെല്ലാം പുറമെ വരുന്ന ആഴ്ചയിൽ ഒത്തിരിയേറെ പ്രധാനപ്പെട്ട കമ്പനികൾ അവയുടെ ക്വാർട്ടർ 4 ഏർണിംഗ്സിന്റെ റിലീസുമായി ബന്ധപ്പെട്ട് ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒത്തിരിയേറെ കോർപ്പറേറ്റ് ഇവന്റുകളും നിറഞ്ഞ ഒരാഴ്ചയിലേക്കാണ് നമ്മൾ തുടരുവാനായിട്ടും പോകുന്നത്. ഓരോ ദിവസവും ക്വാർട്ടർ 4 റിസൾട്ടുകൾ പ്രസിദ്ധീകരിക്കുന്ന കമ്പനികളുടെ ഡീറ്റെയിൽസ് അതാത് ദിവസത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ മെൻഷൻ ചെയ്യാം. ഈ ആഴ്ചയിൽ ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഒന്നും തന്നെയില്ല. ആകെ ബുധനാഴ്ച വൈകുന്നേരം 5 മണിയോടുകൂടി മോണിറ്ററി പോളിസി മിനിറ്റ്സിന്റെ റിലീസ് മാത്രമേ ഉള്ളൂ. കൂടാതെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളും ഈ ആഴ്ചയിൽ കാര്യമായി തന്നെയില്ല. ആകെ യുഎസിൽ നിന്നും ചൊവ്വാഴ്ച വൈകുന്നേരം 6 മണിയോടുകൂടി മാർച്ച് മാസത്തെ റീറ്റെയിൽ സെയിൽസ് ഡാറ്റയുടെ റിലീസ് ഉണ്ട്, മന്ത് ഓൺ മന്ത് ബേസിസിലുള്ളത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ചില സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. HDFC ബാങ്ക് പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ ക്വാർട്ടർ 4 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. നെറ്റ് പ്രോഫിറ്റില് 9% വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 19,221 കോടി രൂപ റിപ്പോർട്ട് ചെയ്തപ്പോൾ റവന്യൂവില് 5% വളർച്ചയും രേഖപ്പെടുത്തി. കൂടാതെ 13 രൂപ പെർ ഷെയർ എന്ന നിലയിൽ ഫൈനൽ ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. യെസ് ബാങ്ക് നെറ്റ് പ്രോഫിറ്റില് 45% വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 1,068 കോടി രൂപ റിപ്പോർട്ട് ചെയ്തപ്പോൾ ടോട്ടൽ ഇൻകത്തിലും നേരിയ വർധനവ് രേഖപ്പെടുത്തുകയും ചെയ്തു. ICICI ബാങ്ക് നെറ്റ് പ്രോഫിറ്റില് 8% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 13,702 കോടി രൂപയായി റിപ്പോർട്ട് ചെയ്തപ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലും 8.43% വർധനവും രേഖപ്പെടുത്തി. കൂടാതെ 12 രൂപ പെർ ഷെയർ എന്ന നിലയിൽ ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. നെറ്റ്വർക്ക് 18 മീഡിയ ഇത്തവണ കമ്പനി ലോസ് വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 29.09 കോടി രൂപ ലോസ് റിപ്പോർട്ട് ചെയ്ത കമ്പനി ഈ ക്വാർട്ടറിൽ 29.6 കോടി രൂപയായിട്ട് ലോസ് വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. അതേസമയം റവന്യൂവില് 9.7% വർധനവും രേഖപ്പെടുത്തി. ഹാത്വേ, ബബാനി,
കേബിൾ ടെൽ. നെറ്റ് പ്രോഫിറ്റില് 67.7% ഇടിവ് റിപ്പോർട്ട് ചെയ്തപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 6.37% വർധനവും രേഖപ്പെടുത്തി. ടെക്സ്മാക്കോ റെയിൽ മോഡേൺ കോച്ച് ഫാക്ടറിയിൽ നിന്ന് 3 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ആദിത്യ ബിർള മണി 100.97% ഉയർച്ച കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ 30.51% വർധനവ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലും രേഖപ്പെടുത്തുകയും ചെയ്തു. ശക്തി പമ്പ്സ് ഇന്ത്യ കമ്പനിയുടെ പൂർണ്ണമായും ഉടമസ്ഥതയിലുള്ള ഉപസ്ഥാപനമായ ശക്തി എനർജീസ് സൊല്യൂഷൻസ് ലിമിറ്റഡില് 17 കോടി രൂപ കമ്പനി നിക്ഷേപിച്ചു. സ്റ്റാർ സിമന്റ് കമ്പനിയുടെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഉപസ്ഥാപനമായ RIPNR സിമന്റ് നിതേഷ് മിനറൽസിന്റെ 100% വരുന്ന സ്റ്റേക്ക് അക്വയർ ചെയ്തു. സ്പൈസ് ജെറ്റ് സാമ്പത്തിക പ്രശ്നങ്ങൾ രൂക്ഷമായതോടെ പിരിച്ചുവിടലുകൾക്ക് കമ്പനി തയ്യാറെടുക്കുന്നുവെന്നുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. ഏവർക്കും ശുഭ സായാഹ്നം നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.